ജന്തർ മന്തറിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ കൂടുതൽ സിനിമാ മേഖലയിലുള്ള ആളുകളും മറ്റു മേഖലകളിലുള്ള പ്രമുഖരൊക്കെ തന്നെ ഇവർക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. തുടക്കത്തിൽ ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സമരമായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു എങ്കിൽ, ഇപ്പോൾ അതിൻ്റെ ഗതി മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് അവിടെ വരുന്ന പല ആളുകളുടെയും ഉദ്ദേശശുദ്ധിയെ ഒന്ന് ആഴത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതേസമയം തന്നെ ഇന്നലെ അങ്ങനെ അവിടെ സമരങ്ങളൊക്കെ നടക്കുന്നു, പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിൽ അർദ്ധരാത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫേസ്ബുക്കിൽ ലൈവിൽ വരുന്നു. എല്ലാവരും ഒന്ന് ഞെട്ടി. ഈ ഒരു സമയത്ത് എന്തിനാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ലൈവിൽ വന്നത്? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രസ്താവന ഇറക്കാം, അല്ലെങ്കിൽ ഒരു കുറിപ്പോ മറ്റും എന്തെങ്കിലും പങ്കുവയ്ക്കാം സോഷ്യൽ മീഡിയ പേജുകളിൽ. പക്ഷേ അദ്ദേഹം നേരിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവിൽ വരികയാണ്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഈ സമരങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഏകദേശം ഒരു 2 മിനിറ്റ് 54 സെക്കൻഡ് ഒക്കെ വരുന്ന ഒരു വീഡിയോ ആണ്. അതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതും ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ കുറിച്ചാണ്. സുഹൃത്തുക്കളെ, ചോദ്യപേപ്പർ ചോർച്ച എന്നത് ഒരു ചെറിയ പ്രശ്നമല്ലെന്ന് എനിക്കറിയാം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇത് കടുത്ത മാനസിക വിഷമമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2.5 മാസത്തിനിടെ നിരവധി കർശന നടപടികൾ ഞങ്ങൾ കൈക്കൊണ്ടത്. കുറ്റവാളികളെ ഇതിനകം തന്നെ പിടികൂടി ജയിലിലടച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ 1 വർഷം പോലും നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തം. അതിനാലാണ് പരീക്ഷകൾ എത്രയും വേഗം വീണ്ടും നടത്താൻ തീരുമാനിച്ചത്. ഈ നടപടികളിൽ സർക്കാർ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ബില്ല് എത്രയും വേഗം കൊണ്ടുവരും. അടുത്ത ദിവസം തന്നെ കേന്ദ്ര മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബില്ല് നടപ്പു സമ്മേളനത്തിൽ തന്നെ പാസാക്കാൻ ശ്രമിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിവേഗ കോടതിക്കൊപ്പം കുറ്റക്കാർക്കുള്ള ശിക്ഷയും വ്യവസ്ഥ ചെയ്യും. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം കൊണ്ടുവരുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാത്രി വന്നിട്ടുള്ള ഒരു ലൈവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ആരും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറെ ആകാംക്ഷയോടുകൂടിയാണ് അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളത്. എല്ലാവരും നിരവധി ആളുകളാണ് ആ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. നിരവധി ആളുകൾ അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ പോലും ഭാവി കളയുന്ന, അല്ലെങ്കിൽ അവരുടെ 1 വർഷം പോലും കളയുന്ന തരത്തിലുള്ള ഒരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതിനാണല്ലോ വളരെ വേഗത്തിൽ പരീക്ഷ നടത്തി. ഇപ്പോൾ കുറ്റവാളികൾ ആരാണോ അവർ ജയിലിനകത്താണ്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ എടുക്കുമെന്നുള്ള ഉറപ്പാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം രാത്രി ഇത്തരത്തിൽ വന്ന് അദ്ദേഹം തന്നെ ഒരു ഫേസ്ബുക്ക് ലൈവിൽ അദ്ദേഹം സംസാരിച്ച് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ സോനം വാങ്ചുക്ക് നിരാഹാരം കിടക്കുകയാണ്. അവിടേക്ക് കേന്ദ്രമന്ത്രിമാരൊക്കെ തന്നെ എത്തുന്നു. അദ്ദേഹം കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവരോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഉപവാസ സമരം അല്ലെങ്കിൽ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധങ്ങളിൽ നരേന്ദ്രമോദി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് ആദ്യമായിട്ടാണ്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി മറ്റൊന്നുമില്ല എന്ന് നേരത്തെ നരേന്ദ്രമോദി എക്സിലൂടെ പ്രതികരിച്ചതാണ്. യുവാക്കളുടെ താല്പര്യങ്ങൾ സുരക്ഷിതമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിലാണ് അദ്ദേഹം ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അറിയിച്ചത്. മാത്രമല്ല, കുറ്റവാളികൾക്ക് ശിക്ഷ ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുന്ന നീക്കങ്ങൾ നടത്തുമെന്ന് പറയുകയും ചെയ്തിരുന്നത്. ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും കർശന നിർദ്ദേശം അദ്ദേഹം നൽകിയതായും അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഡൽഹി കോടതി ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിച്ച് വിജ്ഞാപനവും പുറത്തിറക്കിയിരുന്നു. അനു ഗ്രോവർ ബലിഖയാണ് സ്പെഷ്യൽ ജഡ്ജി. പബ്ലിക് എക്സാമിനേഷൻസ് ആക്ട് 2024 പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു ക്രിമിനൽ കേസുകളും ഈ കോടതിയിലായിരിക്കും വിചാരണ ചെയ്യുക. ഈ വാർത്ത പുറത്തു വന്നതിനിടയിലാണ് പ്രധാനമന്ത്രി പുതിയ സോഷ്യൽ മീഡിയ ലൈവുമായിട്ട് എത്തിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്ന CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തിവന്ന ഉപവാസ സമരവും ഇതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇന്നലെ വന്നിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു കാര്യം ഉണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അതിൽ നിന്നൊരു കാര്യം ഉറപ്പാണ്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ ഒരു സാധ്യത
സാധ്യതയുമില്ല എന്നുള്ളത്. ഇന്നലെ സോനം വാങ്ചുക്ക് ഗുരുഗ്രാം മെദാന്ത ആശുപത്രിയിലാണ് അദ്ദേഹം കഴിയുന്നത്. അവിടെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള JP നദ്ദ, ജിതേന്ദ്ര സിംഗ്, മറ്റുള്ള ഉന്നത പ്രവർത്തകരൊക്കെ തന്നെ അവിടെ എത്തി. അവരുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക്ക് ഉപവാസം അവസാനിപ്പിച്ചത്. JP നദ്ദ അദ്ദേഹത്തിന് അല്പം വെള്ളമോ സൂപ്പോ എന്തോ നൽകുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരും വാങ്ചുക്കുമൊത്തുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലും വാർത്തകളിലൂടെയൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഉപവാസം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടനാണെന്നും വാങ്ചുക്ക് പ്രതികരിച്ചു. ഉപവാസം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി നടത്തിയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയെ നീക്കുകയും ചോദ്യപേപ്പർ ചോർച്ച കേസുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിക്കുകയും ചെയ്തു. ചോദ്യപേപ്പർ കേസുകളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫേസ്ബുക്ക് ലൈവിൽ ഉറപ്പ് നൽകി. ജൂൺ 28-നാണ് സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കൊപ്പം ജന്തർ മന്ദറിലായിരുന്നു അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിലും അദ്ദേഹം ഉപവാസം തുടരുകയായിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവും വിദ്യാഭ്യാസ സംവിധാനത്തിൽ വ്യാപക പരിഷ്കാരങ്ങൾ വേണമെന്ന ആവശ്യവും ഉയർത്തിയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു വാങ്ചുക്കിന്റെ നിരാഹാര സമരം. അദ്ദേഹത്തിന്റെ പങ്കാളിത്തം രാജ്യവ്യാപകമായി വലിയ ജനശ്രദ്ധ നേടുകയും യുവജന പ്രക്ഷോഭത്തിന്റെ പ്രധാന മുഖങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് വാങ്ചുക്കിനെ ജൂലൈ 18-ന് ജന്തർ മന്ദറിലെ സമരവേദിയിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റുകയും എന്നാൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് വാങ്ചുക്കിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ഭാര്യ ഗീതാഞ്ജലി കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതി അനുമതിയോടെയാണ് വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ വേദാന്ത ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെയും നിരാഹാരം തുടർന്ന വാങ്ചുക്ക് 26 ദിവസത്തിന് ശേഷമാണ് ഇന്ന് പുലർച്ചെ നിരാഹാരം അവസാനിപ്പിച്ചത്. ഗുരുഗ്രാം വേദാന്ത ആശുപത്രിയിൽ വെച്ച് വാങ്ചുക്കിനെ ജിതേന്ദ്ര സിംഗ് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ സഹായിക്കുന്നതും JP നദ്ദ അദ്ദേഹത്തിന് വെള്ളം നൽകുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സമരം അവസാനിപ്പിച്ചതിന് ശേഷം എല്ലാവർക്കും നന്ദി പറഞ്ഞ വാങ്ചുക്ക് തന്റെ പോരാട്ടത്തിൽ എപ്പോഴും കരുത്തായി ഒപ്പമുണ്ടായിരുന്ന ഭാര്യയോടുള്ള കടപ്പാട് പ്രകടിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് മന്ത്രിമാർ വാങ്ചുക്കിനെ സന്ദർശിച്ചതും നിരാഹാര സമരം ഒത്തുതീർപ്പായതും. നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് താൻ ഉപവാസം അവസാനിപ്പിച്ചതെന്നും സമരം അക്രമാസക്തമാക്കാനുള്ള സാധ്യതയും രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകരുമോ എന്ന ആശങ്കയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നും വാങ്ചുക്ക് പറഞ്ഞു. അതേസമയം തന്നെ സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചു. പകരം കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. സോനം സാർ 26 ദിവസം നീണ്ടുനിന്ന നിരാഹാരം അവസാനിപ്പിച്ചതിൽ അതിയായ ആശ്വാസവും നിങ്ങളോട് നന്ദിയുമുണ്ട്. അങ്ങയുടെ അസാധാരണമായ ധൈര്യത്തിനും ത്യാഗത്തിനും നന്ദി. സ്വന്തം ജീവൻ പണയപ്പെടുത്തി അങ്ങ് മുഴുവൻ രാജ്യത്തിൻ്റെയും മനസാക്ഷിയെ ഉണർത്തി. ഈ രാജ്യത്തിന് അങ്ങയുടെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമാധാനപരമായ പ്രതിഷേധം തുടരുമെന്നാണ് പിന്നീട് അഭിജിത് ദീപ്കെ പറഞ്ഞിരിക്കുന്നത്.